ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പെരുമ്പടപ്പ് പറഞ്ഞ സ്ഥലത്ത് എക്സ്പോ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായി വിചാരിക്കുന്നു വരണമെന്ന് കുറേ വിചാരിക്കുന്നു. ഇന്നാണ് പറ്റിയത്. 50 രൂപയാണ് തോന്നുന്നു കേട്ടോ ടിക്കറ്റ് ചാർജ്. ശരിക്കും ഓർമ്മയില്ല. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ചയോളമായി. അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം എനിക്ക് ശരിക്കും എത്ര ടിക്കറ്റ് ചാർജ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കേട്ടോ. ആദ്യം തന്നെ പല തരത്തിലുള്ള പല വർണ്ണത്തിലുള്ള തത്തകളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളറിലും ഭയങ്കര വൈവിധ്യമായ കളറിലും ഒക്കെയാണ് ഉണ്ടായിരുന്നത് തത്തമ്മ. അപ്പോൾ പലതരത്തിലുണ്ടായിരുന്നു. ഭംഗിയുള്ള തത്തകൾ സെപ്പറേറ്റ് കൂടുകളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നും പലതരം കളറിലൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ചുവപ്പ്, മഞ്ഞ, പച്ച, അങ്ങനെ എല്ലാ കളർ മഞ്ഞ എത്ര കളറിലുള്ളതാണെന്നറിയോ? അപ്പോൾ ഞാനിത് ഡബ് ചെയ്യുമ്പോൾ പടക്കം പൊട്ടിക്കുന്നുണ്ട് ആൾക്കാർ വിഷുവിൻ്റെ. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമായിരിക്കും കേട്ടോ. ചിലപ്പോൾ കേൾക്കുമായിരിക്കും ഇതിൽ കൂടെ. അപ്പോൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് കൂടുകളിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഓരോന്നിനെയും ഞങ്ങൾ അടുത്ത് പോയി നിന്ന് കണ്ടു കേട്ടോ. 1 മണിക്കൂർ ഏകദേശം എക്സ്പോയിൽ കാണാനുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ചാര കളറും ഓറഞ്ച് കളറുള്ളത്, പിന്നെ കുറേ എത്രയെന്ന് പറയാൻ പറ്റില്ല, അത്രയും ഭംഗിയുള്ള പഞ്ചവർണ്ണ തത്ത, അങ്ങനെ നിറയെ ഭംഗിയുള്ള തത്തകളായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ പോയി കാണുകയാണ് കേട്ടോ. അടുത്ത് പോയിട്ട് ഇത് കണ്ടോ, പച്ച തത്തകൾ എന്ത് ഭംഗിയാണ് കാണാൻ. വാല് മാത്രം ചുവപ്പ്. അപ്പുറത്ത് അതിൻ്റെ ഇടയിൽ ഒരു കോഴി വന്ന് നിൽക്കുന്നുണ്ട്, കറുപ്പും വെള്ളയായിട്ട്. അങ്ങനെ ഞങ്ങൾ മെല്ലെ നടന്ന് നീങ്ങിയിട്ടോ ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട്. കുറേ കുട്ടികൾ വന്നിരുന്നു കേട്ടോ. കുട്ടികൾക്കാണ് മെയിനായിട്ട് കാണാനായിട്ട് ഇൻട്രസ്റ്റ്. കുറേ കുട്ടികളുണ്ടായിരുന്നു. കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും കുറേ ഒക്കെ ആദ്യക്കുട്ടൻ്റെ പ്രായത്തിലുള്ളവരായിരുന്നു. ഇപ്പോൾ ഒരു തത്ത ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നിട്ട് കൊത്താൻ നോക്കുകയാണ് കേട്ടോ. കൂടിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കൊത്താൻ നോക്കുകയാണ്. കൈ വെച്ച് കൊടുത്തപ്പോൾ അത് കൊത്തുന്നുണ്ട് കേട്ടോ. നന്നായി കൊത്തുന്നുണ്ട്. കുട്ടികൾ അടുത്ത് വന്ന് നിന്ന് കാണുന്നുണ്ട് കേട്ടോ. പലതരത്തിലുള്ള കോഴികളും ഉണ്ട്. ഇത് മഞ്ഞ കളറുള്ള തത്തകളാണ് കാണിക്കുന്നത്. ഇത് ചാര കളറുള്ള തത്തകൾ. എല്ലാം അതിൻ്റെ സ്പീഷീസ് അനുസരിച്ച് തരംതിരിച്ചിട്ട് ഓരോ കൂട്ടിലാക്കി വെച്ചിരിക്കുകയാണ്, സെപ്പറേറ്റ് ആക്കിയിട്ട്. അവർക്ക് ഭക്ഷണം അവിടെ തന്നെ പഴം, തക്കാളി, പിന്നെ എന്താ പറയുക, പഴം, തക്കാളി, പിന്നെ വാട്ടർ മെലനൊക്കെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ അത് തിന്നോട്ട് ഇരുന്നുണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള മുയലുകളുണ്ടായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള മുയലുകളുണ്ട്, കോഴികളുണ്ട്. പിന്നെ അക്വേറിയത്തിൽ പലതരത്തിലുള്ള ഫിഷുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിഷുകൾ ഇങ്ങനെ അക്വേറിയത്തിൽ ഇട്ടിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് നീങ്ങി. പിന്നെ പലതരത്തിലുള്ള പൊടിമീനുകളുണ്ട് കേട്ടോ. പൊടിമീനുകൾ കണ്ടോ, പൊടിമീനുകൾ, വെള്ള കളറിലുള്ള മീനുകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി തരത്തിലുള്ള മീനുകൾ ഉണ്ടായിരുന്നു. ഇത് ബ്ലാക്ക് മീനാണ്, ഇത് ഓറഞ്ച് കളറ്. അങ്ങനെ ഓരോ കളറിലുള്ള മീനുകൾ പ്രത്യേകം അക്വേറിയത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തീരെ പൊടിയായിട്ടുള്ള മീനുകളുണ്ടായിരുന്നു. ഇത് പൊടിയായിട്ടുള്ള മീനുകളാണ്. അതിൻ്റെ അപ്പുറത്തുള്ളത് റോസ് കളറുള്ളത്, അതും പൊടിയായിട്ടുള്ള മീനുകളാണ്. ഇപ്പോൾ നമ്മളെ അക്വേറിയത്തിൽ കുട്ടികൾ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തത് കോഴികളാണ്. കോഴികൾ വെള്ളക്കോഴി, കറുപ്പ് കോഴി, മഞ്ഞക്കോഴി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കോഴികളുണ്ട്. അപ്പോൾ അവരൊക്കെ കോഴികൾക്ക് ധാന്യങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊത്തി തിന്നുകയാണ് കോഴികൾ. ഇനി ഒരു കറുപ്പും വെള്ളയായിട്ടുള്ളൊരു കോഴിയുണ്ട്. ഇത് ബ്രൗൺ കളറിലുള്ള കോഴികളാണ്. അത് 2 എണ്ണം ഉണ്ട് കോഴികൾ.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു മഞ്ഞക്കോഴിയെ കണ്ടോ മഞ്ഞക്കോഴി ഇരിക്കുന്നത്. ഇതാണ് കറുപ്പും വെള്ളയും തല ചുവന്ന കളറിലായിട്ടുള്ള കോഴി. ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പുറത്തൊരു വെള്ളക്കോഴി. അങ്ങനെ പലതരത്തിലുള്ള കോഴികളെ ഞങ്ങൾ കണ്ടു. ഇനി അപ്പുറത്ത് തന്നെ സെൽഫി എടുക്കുന്ന സ്ഥലമുണ്ട്. സെൽഫി എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് ഈ മീനാണ്. മീനിൻ്റെ പിന്നെ ഇപ്പുറത്ത് വേറെ മുയലുകളുണ്ട്. മുയലുകൾക്ക് ഇലകളോ എന്തൊക്കെയോ വെച്ച് കൊടുത്തിട്ടുണ്ട് തിന്നാൻ. എന്ത് ഇലകളാണെന്ന് അറിയില്ല. ഇലകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് തിന്നാനായിട്ട്. പിന്നെ ഇതൊരു നീലയും മഞ്ഞയും തമ്മിലുള്ള കളറുള്ള കോഴിയാണ്. ഇത് കോഴിയല്ല, സോറി, തത്തയാണ്. ഇത് പഞ്ചവർണ്ണ തത്തയാണ്. ഈ തത്തയുടെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഓന്തുകളാണ്. പല നിറത്തിലുള്ള ഓന്തുകളുണ്ട്. പച്ച ഓന്തുകൾ. ഇത് തത്തയ്ക്ക് വാട്ടർമെലൺ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് ചുവന്ന തത്തയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫുള്ള് ചുവപ്പായിട്ട്. അതിൻ്റെ മുകളിൽ പച്ചത്തത്തയുണ്ട്. അപ്പോൾ വാട്ടർമെലൺ കഷ്ണാക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ്. അത് കൊത്തി കൊത്തി തിന്നുന്നുണ്ടായിരുന്നു ആ കിളി. അങ്ങനെ പലതരത്തിലുള്ള ഇത് കണ്ടു. തത്തമ്മകളെ കണ്ടു. പിന്നെ പലതരത്തിലുള്ള അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ പലതരം മിഠായികൾ വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ ആഫ്രിക്കൻ പൈത്തിനെ കണ്ടിട്ട് ഞാൻ പേടിച്ച് മുന്നോട്ട് പോയതാണ്. അപ്പോൾ ഏട്ടൻ എന്നെ വിളിക്കുകയാണ് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അവിടെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട്. ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ജീവികളെ മേത്ത് വെച്ചിട്ട് നമുക്ക് ഓന്തോ കിളികളോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് തരും. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതിൻ്റെ ഇടയിൽ പഴയകാല മിഠായികൾ കണ്ടു. ഏതെടുത്താലും 20 രൂപ. അപ്പോൾ എല്ലാത്തരം മിഠായികളും ഉണ്ട്. ഗ്യാസ് മിഠായി ഉണ്ട്, പുളിമിഠായി ഉണ്ട്, നാരങ്ങ മിഠായി ഉണ്ട്, പഴയ തരത്തിലുള്ള ജീരക മിഠായി, എല്ലാ മിഠായികളും പഴയ കാലത്ത് കിട്ടുന്ന തരത്തിലുള്ള എല്ലാത്തരം വെറൈറ്റി മിഠായികളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല. ആർക്കും മിഠായികൾ സ്വീറ്റ്സ് അത്ര ഇഷ്ടമല്ല. പിന്നെ ആദ്യക്കൂട്ടനാണെങ്കിൽ ഐസ്ക്രീം അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ നിന്നു. അങ്ങനെ ഐസ്ക്രീമും കഴിച്ചിട്ട് ഞങ്ങൾ നടന്നു. അപ്പോൾ ബാബുവേട്ടൻ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് 50 രൂപയാണ് ഫോട്ടോൻ്റെ ചാർജ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കിളിയാണ് ഞങ്ങൾ മേത്ത് വെച്ചത്. ഈ തത്തയാണ് ഇതിന് വലിയത് മുകളിൽ കൊമ്പിലിരിക്കുന്ന തത്തയാണ് മേത്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്തത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് പേടിയുണ്ടായിരുന്നു. നല്ല ഭാരം ഉണ്ടായിരിക്കുന്ന അവർ പറഞ്ഞു. തത്തയ്ക്ക് നല്ല ഭാരം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇത് അവിടെ ഒരാൾ എടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. അവിടുത്തെ ഒരാൾ ചെറിയ തത്ത എടുത്തു കഴിഞ്ഞാൽ ഭാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഈ തത്തയ്ക്ക് നല്ല ഭാരമാണ്. അപ്പോൾ ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭാരമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനക്കാതെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനക്കാതെയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ഒരു ഫോട്ടോ എടുത്തു തന്നു കേട്ടോ. നമ്മുടെ മൊബൈൽ ക്യാമറയിലാണ് അവർ ഫോട്ടോ എടുത്ത് തരുന്നത്. അതിനാണ് 50 രൂപ ചാർജ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ജയൻറ്റ് വീൽ കണ്ടു. ജയൻറ്റ് വീൽ ഞങ്ങൾ ബാംഗ്ലൂരുള്ളപ്പോൾ ഒരു പ്രാവശ്യം കയറിയതാണ്. ഭയങ്കര പേടിയായിരുന്നു അന്ന് എനിക്ക്. തലയൊക്കെ ചുറ്റി ആദ്യമായിട്ട് കയറിയപ്പോൾ. അതിന് മുമ്പ് തൃശ്ശൂർ എക്സിബിഷന് വന്നപ്പോൾ പണ്ട് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വലുതായിട്ട് പിന്നെ ബാംഗ്ലൂരിലുള്ളപ്പോഴാണ് കയറണത്. അപ്പോൾ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ അതിന് കയറിയില്ല. ആദ്യക്കുട്ടന് പേടിച്ചാലോ എന്ന് വെച്ചിട്ട്. പിന്നെ വല്ല തലചുറ്റലും ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ. അപ്പോൾ ഞങ്ങൾ കയറിയില്ല. പിന്നെ ഇങ്ങനത്തെ ഇതുണ്ടോ തോണി പോലത്തെ ഒരു റൈഡ് ഇതുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിലും കയറിയില്ല. ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ റൈഡിലൊന്നും കയറിയില്ല. അപ്പോൾ ആൾക്കാർ കയറി ആടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെയും റൈഡുകളുണ്ട്. പിന്നെ ഇത്
അടുത്തത് കുട്ടികൾക്ക് മുകളിൽ കയറി പോയിട്ട് അവിടെ നിന്ന് ഉരുസി താഴെ സ്ലൈഡ് ആണ് ഉള്ളത്. സ്ലൈഡ് പോലെയാണ്, താഴേക്ക് ഉരുസി വരാം. അപ്പോൾ ആദ്യക്കുട്ടന് അത്ര കയറാനുള്ള പ്രായമായിട്ടില്ല, അതുകൊണ്ട് ആദ്യക്കുട്ടൻ കയറിയില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുത്തു കേട്ടോ. കുട്ടികൾ കയറി ഉത്സവമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കാറ്, പിന്നെ ട്രെയിന് കാറ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് ആദ്യക്കുട്ടൻ കയറിയിരിക്കുകയാണ്. ഇതിൽ കയറണം പറഞ്ഞിട്ട് ആദ്യക്കുട്ടന് കാറിൽ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യക്കുട്ടൻ്റെ വിചാരം ആ സ്റ്റിയറിങ് പിടിച്ച് അത് ഓടുന്നതാണ്. അപ്പോൾ അത് പിടിച്ച് തിരിക്കുകയാണ് ആദ്യക്കുട്ടൻ. അപ്പോൾ ഓടണില്ല, കണ്ടോ, ആദ്യക്കുട്ടൻ അത് പിടിച്ച് തിരിക്കുകയാണ്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അത് സ്റ്റാർട്ടാവാൻ, വേറെ കുട്ടികളും കയറാൻ വേണ്ടിയിട്ട്. അവസാനം ഒരു കുട്ടി മാത്രമേ കയറിയിട്ടുള്ളൂ. അങ്ങനെ സ്റ്റാർട്ടായി ഇത്. കുറേ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പ്രാവശ്യം ഇത് ഓടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരത്തേക്ക് അവർക്ക് ഇരിക്കാൻ പറ്റി. കുറേ നേരം ഓടിക്കുന്നുണ്ട് അവർ. അപ്പോൾ അതിൽ കയറിയിരുന്നു. കുറേ നേരം ഓടിപ്പിച്ചു കൊണ്ടിരുന്നുണ്ടായിരുന്നു. ആദ്യക്കുട്ടൻ കൈകൊണ്ട് ടാറ്റ കാട്ടുകയാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തെത്തുമ്പോൾ ടാറ്റ കാണിക്കും. അങ്ങനെ ആദ്യക്കുട്ടൻ നല്ല എൻജോയ് ചെയ്തു ഇതിൽ, റൈഡിൽ. അതിനിടയ്ക്ക് അവിടെ ആഫ്രിക്കൻ പൈത്തിനെ കണ്ടു കേട്ടോ. അത് ഞാൻ പറഞ്ഞോ, ആഫ്രിക്കൻ പൈത്തിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ മാറി നിന്നു. എന്നിട്ട് പിന്നെ ഏട്ടൻ എന്നെ വിളിച്ച് കൊണ്ടുവരിക ചെയ്തത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ കോഫിയും ചായയൊക്കെ കുടിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാർ ഇരുന്ന് ബജ്ജിയും മുളക് ബജ്ജിയും പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ട് ഉള്ളത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളും അതെടുത്ത് കഴിച്ചു. അപ്പോൾ കാപ്പിയും ചായയൊക്കെ കുടിക്കാൻ നല്ല തിരക്കായിരുന്നു. പലതരത്തിലുള്ള സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു തുണിക്കടയിൽ കയറി, ഒരു ടെക്സ്റ്റൈൽസിൽ കയറി. അപ്പോൾ എൻ്റെ 21-ാം തീയതിക്ക് ഉള്ള മാരേജിനുള്ള റിലേറ്റീവിൻ്റെ മാരേജിനുള്ള ഷർട്ട് ബാബുവേട്ടന് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടയിൽ കയറി മാച്ചിങ്ങിനായിട്ടുള്ളതാണ് എടുക്കുന്നത്.